സിനിമ എങ്ങനെയുണ്ട്? ഇവൻ കിട്ടിയത് ഭാഗ്യം. എങ്ങനെയുണ്ട്? കൊള്ളൂല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കും. 2025 മോഹൻലാൽ കയറി വന്ന എല്ലാം കൊണ്ട് ഈ സിനിമയൊക്കെ തുറച്ചിട്ടുണ്ട്. മോഹൻലാൽ പ്രൊമോഷൻ കൊടുക്കാത്ത വെറുതെ അല്ലേ സിനിമയ്ക്ക്? അത്രേ ഉള്ളൂ. നേരത്തെ അറിയാല്ലേ? അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയാം. ലോഞ്ച് ഉണ്ടായിരുന്നല്ലോ ഒരു നടന്റെ, അതേപോലെ ഒരു നടന്റെ ലോഞ്ചിന് വേണ്ടി ലാലേട്ടനെ ബലിയാടാക്കി സിനിമ. അത്ര ലാലേട്ടനെ അവിടെ കൊണ്ടുപോയിട്ട് ഏജന്റിൽ മമ്മൂട്ടിയെ കൊണ്ടുപോയി ആക്കിയതുപോലത്തെ രീതിയിലായി ആ ഒരു. അമർജിത്ത് ലങ്കേഷ്, ഇതാണ് നായകന്റെ പേര്. നടന്റെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തെടുത്ത് പോകും. ആ ലെവലിലുള്ള അഭിനയം. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? ലാലേട്ടന്റെ മോനെ മാറ്റി പടം ഹിറ്റ് ആയ ലാലേട്ടന്റെ മോനായിട്ട് അഭിനയിച്ച പയ്യൻ. എനിക്ക് തോന്നുന്നില്ല അവരെ അതൊരു പന്ന പാട്ടും BGM ഒന്നും കൊള്ളും. ഞാൻ എന്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായിരുന്നു. പക്ഷെ അതിനെ വളരെ മോശമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തോളം ആയപ്പോ ആ കഥ കണ്ടു കഴിഞ്ഞപ്പോ കൊള്ളാലോ എന്ന് തോന്നി. പക്ഷെ അതിനെ എത്രത്തോളം നശിപ്പിക്കാൻ പറ്റുമോ ഒരു നിലവാരമില്ലാത്ത ഡയറക്ടറായി പോയി. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ ഇത്ര കാലമായിട്ട് ലാലേട്ടന് ഇത്രയും വലിയ നടനായിട്ട് ഒരു സ്ക്രിപ്റ്റ് അത് കേട്ട് കഴിയുമ്പോൾ അതിന്റെ ഒരു എഫക്ട് എന്തായിരിക്കും തിയേറ്ററിൽ നിന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ലെന്നോ അതോ ഇനി വേറെ വല്ല കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്തു വെച്ച പടമാണെന്നോ എനിക്ക് അറിയാൻ പാടില്ല. ശോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാട്ടു ശോകം പടം. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാന്ന്. എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ? നല്ലത് പറയാനായിട്ട് ഒന്നുമില്ല. അതെ സാറേ, എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ, നീ കളഞ്ഞിട്ട് പോ. എന്നാൽ നമുക്ക് ചേരാത്ത ആയുധങ്ങളും നമുക്ക് പറയാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. അത് തിരിച്ചറിയാൻ കഴിവുകയാണ്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമശിയായി പറഞ്ഞ ആളെ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റും കൊണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ ലാലേട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, അഭിനയിക്കരുത്. എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കണം, ഇവന്മാരുടെ തലക്കൊക്കെ ഭ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ടാ? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്നേ ആനയുടെ പെരുമാറ് വിളിച്ചിട്ട് ഈ പുരുഷൻ ഇറങ്ങിയ എല്ലാ തിയേറ്ററിൽ നിന്ന് ഈ പടത്തിന്റെ പ്രിന്റ് ഉൾപ്പെടെ നശിപ്പിക്കാൻ പറ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഇനി രാവണന്റെ വരവാണ്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ, നമുക്ക് വൈകുന്നേരം കാണാം.